ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 18. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. അവിടെ ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവ് ദീർഘവർഷങ്ങൾ താൻ അനുസരണമുള്ള ഒരു മകനായി തൻ്റെ മാതാപിതാക്കളോട് കൂടെ ആയിരുന്നു. എന്തുവാണ് ആ വർഷങ്ങളിൽ കർത്താവ് ചെയ്തത് എന്നുള്ളത് തിരുവെഴുത്തുകൾ ഒത്തിരി വ്യക്തമായിട്ട് നമ്മളെ അറിയിക്കുന്നില്ല, നമ്മളോടത് പറയുന്നില്ല. എന്നാൽ അതിനുശേഷം തൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് ആരംഭിക്കുന്ന ഒരു സമയത്താണ് 4-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വായിക്കുന്നത്. 17-ാം വാക്യത്തിൽ ഐസയാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദേവാലയത്തിൽ ചെന്ന ശേഷം പുസ്തകം എടുത്ത് താൻ ഇങ്ങനെ വായിക്കുവാനായിട്ട് തുടങ്ങി. പുസ്തക ചുരുളുകൾ അതെടുത്ത് തുറന്ന് ഒരു പ്രത്യേക സ്ഥാനമെത്തിയപ്പോൾ കർത്താവ് അത് വായിക്കുവാൻ തുടങ്ങി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തുകൊണ്ടാണ്, എന്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ചിരിക്കുന്നത് എന്നുള്ളത് വിവരിക്കുന്നതിന്റെ ഭാഗമായിട്ട് യേശു കർത്താവ് അവിടെ ചില കാര്യങ്ങൾ പറയുകയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും, പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പൊ അവിടെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. He has sent me to proclaim release to the captives, to set free those who are oppressed ആയിട്ട്, ബ്രോക്കൺ ആയിട്ട്, വൂണ്ടഡ് ആയിട്ട്, തകർന്നിരിക്കുന്നവർക്ക് വേണ്ടി. അപ്പം കർത്താവിൻ്റെ ഈ മാൻഡേറ്റിനകത്ത് തന്നെ സുവിശേഷം അറിയിക്കുക, രോഗികളെ സൗഖ്യമാക്കുക എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ താൻ ക്രൂശിന്റെ മേൽ മുറിവേൽക്കുവാൻ ഇടയായി തീർന്നത് മുറിവുകളെ സൗഖ്യമാക്കുവാൻ, നമ്മളെ അങ്ങനെ ആക്കി തീർക്കുവാൻ, മറ്റുള്ളവരിലേക്ക് നമ്മൾ ആ ശുശ്രൂഷ കൊടുക്കുവാൻ. ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ഉള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്നൊരു കാര്യമാണ് കർത്താവ് അവരോട് പറയുവാൻ ഇടയായി തീർന്നത്. ഇത് വായിച്ചതിന് ശേഷം കർത്താവ് 21-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിനും നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ, ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മളെല്ലാവരും വിശ്വാസികളാണ്. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നവരാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവജനമാണ്. 2 കൊരിന്ത്യർ 5:17 പറയുന്നത് പോലെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. പുതിയ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ എസെക്കിയേൽ പ്രവചനത്തിലും ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ എബ്രായ ലേഖനത്തിനും എല്ലാം നമ്മൾ വായിക്കുന്നത് പുതിയ ഉടമ്പടിക്കകത്ത് ഒരു പുതിയ ഹൃദയമാണ്, ഒരു പുതിയ ആത്മാവാണ് ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ വചനവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇനിയും പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെടും എന്നൊരു വലിയ വാഗ്ദത്തമാണ് അവിടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ വിശ്വാസികളായിരിക്കുന്ന നമ്മൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഞാൻ ആ ഒരു ഭാഗത്തിനകത്ത് ഒരു വ്യക്തത കൊണ്ടുവരികയാണ്. നമുക്കറിയാവുന്നതുപോലെ നിക്കോദിമസിനോട് കർത്താവ് പറഞ്ഞു, ഒരുവൻ വീണ്ടും ജനിച്ചില്ല എങ്കിൽ അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് ഒരു വലിയ അത്ഭുതമാണ് സംഭവിക്കുന്നത്, ഒരു ഗ്രേറ്റ് മിറക്കിളാണ് അവിടെ സംഭവിക്കുന്നത്. രണ്ടാമതൊരു മനുഷ്യൻ ജനിക്കുന്നത് പോലെയുള്ള ഒരു അത്ഭുതമാണ് ആ ഒരു വേളയിൽ സംഭവിക്കുന്നത്. അത് ഒരു എന്താ പറയുന്നത്, ഇൻ ദ ട്വിങ്കിൾ ഓഫ് എൻ ഐ, അല്ലെങ്കിൽ നൊടി നേരത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു അത്ഭുതമാണ്. ആത്മാവിൽ മരിച്ചവരായ നമ്മെ, എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്ന നമ്മെ കർത്താവ് അവിടെ വീണ്ടും ജീവിപ്പിക്കുകയാണ്, തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകുകയാണ്. ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ 3 ഭാഗങ്ങളിലാണ്: ദേഹം, ദേഹി, ആത്മാവ്. ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു മനസ്സിലാക്കലാണ്.
ഇവിടെ പറയുന്നു, ഇത് പല ഭാഗങ്ങളിലും വിവരിക്കുന്നുണ്ട്, എന്നാൽ ഏറ്റവും വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഇതാണ്: സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. May the God of peace himself sanctify you entirely and may your spirit and soul and body. എൻ്റെ ആത്മാവും ദേഹിയും ദേഹവും, ഇത് 3 ഘടകവും അവിടെ ദൈവ സന്നിധിയിൽ അത് വിശുദ്ധിയോടെ കാക്കപ്പെടുമാറാകട്ടെ എന്നൊരു വിഷയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു ആത്മാവാണ്, നമുക്കൊരു ദേഹിയുണ്ട്, നമ്മളൊരു ശരീരത്തിലാണ് വസിക്കുന്നത്. ഇങ്ങനെ 3 ഘടകമായിട്ടാണ് ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ വീണ്ടും ജനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിലാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. ഇൻ എ മോമെന്റ് നമ്മൾ മരിച്ച ആ അവസ്ഥയിൽ, ആദാം പാപം ചെയ്ത സമയം മുതൽ തന്നെ മനുഷ്യൻ മരിച്ചിരിക്കുക. അതിന്റെ അർത്ഥം ദൈവത്തോട് അവന് ബന്ധപ്പെടുവാനുള്ള കഴിവില്ല. ആ ഒരു ഘടകം അവനിൽ മരിച്ചിരിക്കുകയാണ്. ഹി ഈസ് നോട്ട് ഏബിൾ. അവൻ എന്ത് നന്മ പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാലും, അവൻ എത്ര നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കിയാലും, അവൻ എന്തെല്ലാം അവൻ അറിയാവുന്ന നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും, അതാ പറയുന്നത്, അതെല്ലാം കറപുരണ്ട വസ്ത്രം പോലെയാണ്. അവന് സ്വയമേ ദൈവത്തിന്റെ മുൻപിൽ ആ ഒരു നീതി പ്രാപിക്കുവാൻ ഒരു കാരണവശാലും അത് സാധ്യമല്ല. അതങ്ങനെ അവന് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. കാരണം അവന്റെ ആത്മാവിൽ അവൻ മരിച്ചിരിക്കുകയാണ്. ദൈവം മനുഷ്യനല്ല, ദൈവം ആത്മാവാണ്. അപ്പൊ ദൈവത്തോട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഘടകം, ആത്മാവും തമ്മിലാണ് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് സുവിശേഷം കേട്ട് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് യേശുവിനെ തന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ അവനിൽ നടക്കുന്ന ആ വലിയ അത്ഭുതം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവന്റെ ആത്മാവിൽ ഒരു പുതിയ ജീവൻ അവൻ പ്രാപിക്കുകയാണ്. അതാണ് ഈ ന്യൂ കവനന്റ് അല്ലെങ്കിൽ പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള അറേഞ്ച്മെന്റ് അതാണ്. അവനൊരു പുതിയ ഹൃദയം, കല്ലുള്ള ഹൃദയം മാറി ഒരു മാംസ ഹൃദയം, ന്യൂ ഹാർട്ട്, ന്യൂ സ്പിരിറ്റ്. ഞാൻ ആ വേദഭാഗങ്ങളിലേക്കെല്ലാം പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി സമയം അവിടെ തന്നെ പോകുമല്ലോ. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ് അതെല്ലാം. എ ന്യൂ ഹാർട്ട്, എ ന്യൂ സ്പിരിറ്റ് കർത്താവ് നമുക്ക് ഒരു ദാനമായിട്ട് അങ്ങ് തരികയാണ്. അപ്പോൾ തന്നെ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പുത്രത്വത്തിന്റെ ഒരു ആത്മാവാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ദൈവത്തോട് നമുക്ക് ബന്ധപ്പെടുവാനുള്ള ഒരു കഴിവാണ് നമ്മുടെ ഉള്ളിലേക്ക് തത്സമയം വരുന്നത്. എന്നാൽ അങ്ങനെ സംഭവിക്കുമ്പോഴും നമ്മുടെ ദേഹി അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന ഭാഗം, നമ്മുടെ മനസ്സ്, ഐ ഹാവ് ഗിവൺ യു എ ന്യൂ മൈൻഡ് എന്നല്ല പറയുന്നത്. പുതിയ ഉടമ്പടി പഠിപ്പിക്കുമ്പോൾ എസേക്കിയേലിന്റെ പുസ്തകത്തിലും എബ്രായ ലേഖനത്തിലുമെല്ലാം ഐ ഹാവ് ഗിവൺ യു എ ന്യൂ ഹാർട്ട്, ഐ ഹാവ് ഗിവൺ യു എ ന്യൂ സ്പിരിറ്റ് എന്നാ പറയുന്നത്. പക്ഷെ നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഘടകം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഇച്ഛാശക്തി, ഇതിനകത്തെല്ലാം ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മുറിവുകളും ആന്തരിക സൗഖ്യത്തിന്റെ ആവശ്യങ്ങൾ എന്തായാലും ഉണ്ട്, അതിനകത്ത് സംശയമേ ഇല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഈ മനസ്സ്, വികാരം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള മേഖലകളാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഓരോ വ്യക്തികളെയും എടുത്തു നോക്കുമ്പോൾ എവറി പേഴ്സൺ ഈസ് എ സം ടോട്ടൽ ഓഫ് വാട്ട് ദേ ഹാവ് കം ത്രൂ ഇൻ ലൈഫ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ, നമ്മളെടുത്ത തീരുമാനങ്ങൾ, മറ്റുള്ളവർ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക രൂപം കൊടുക്കുന്നത്. നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കി, നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു, ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്ന ഘടകത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആ തലത്തിലാണ് നമുക്ക് മുറിവുകൾ ഉണ്ടാകുന്നത്. ആന്തരിക സൗഖ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രോഗം പിടിച്ചിരിക്കുന്ന വയ്യാതിരിക്കുന്ന മുറിവുകളുള്ള ഒരു സ്ഥാനത്തേക്ക്, ഒരു സൗഖ്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതെവിടെയാണ്? ശരീരത്തിൽ ഒരു മുറിവുണ്ടെങ്കിൽ അത് നമുക്ക് കാണാം. അത് നമ്മളെ ഒരു ലിമിറ്റിൽ കൂടുതൽ ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന ആ മേഖല കിടക്കുന്നത് നമ്മുടെ ദേഹിക്കകത്താണ്.
അത് ആത്മാവിലല്ല, അത് ശരീരത്തിലല്ല, നമ്മുടെ ദേഹിക്കകത്തുള്ള മുറിവുകളെ കുറിച്ചാണ്, അവിടെ വന്നിരിക്കുന്ന വൈകല്യങ്ങളെ കുറിച്ച്. അത് ചിലപ്പോൾ ശരീരത്തിന്റെ രോഗങ്ങളായിട്ട് പോലും അത് സ്പിൽ ഓവർ ചെയ്യും. ശരീരത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള രോഗങ്ങൾക്കും വേദനകൾക്കും വൈകല്യങ്ങൾക്കും ഒക്കെ കാരണം അവരുടെ ആന്തരിക മുറിവുകളാണ് എന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ആ തലത്തിൽ ഒരു സൗഖ്യം വരുമ്പോൾ, ഒരു ഡെലിവറൻസ് വരുമ്പോൾ അവർക്കൊരു പൂർണ്ണ സൗഖ്യം അവരുടെ ശരീരത്തിനകത്ത് പോലും ലഭിക്കുന്നതായിട്ട് നമുക്ക് അനേക വേദികളിൽ, നമുക്ക് സാക്ഷ്യങ്ങളിൽ നമുക്കത് കേൾക്കുവാനായിട്ട് കഴിയുന്നു. അപ്പൊ ഇത്രയും ഒരു വ്യക്തതയാണ് ഞാൻ ആദ്യം നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ദേഹി, ആ ഒരു തലത്തിലാണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മുറിപ്പെട്ടു പോകുന്ന അല്ലേ ഒരു മേഖലയാണത്. അത് രക്ഷിക്കപ്പെടുന്ന സമയത്ത് പോലും നമ്മുടെ ആത്മാവിൽ വരുന്ന ഒരു നവീകരണം, അല്ലെ ആ ജീവൻ, അതിൻ്റെ ഒരു പ്രകാശം, അതിൻ്റെ ഒരു വെളിച്ചം നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ദേഹിയിലും ഒക്കെ വരും എങ്കിലും അതിനകത്തുള്ള പല വിഷയങ്ങളും, കഴിഞ്ഞകാല ജീവിതത്തിനകത്തു നിന്നുള്ള പല വിഷയങ്ങളും നമ്മൾ എടുത്ത് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു തലത്തിനകത്ത് ചില സമയത്ത് അത് ശേഷിക്കും നമ്മുടെ ജീവിതത്തിൽ. അത് ഒരു മുറിവുകളായിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ചിന്താരീതികളായിരിക്കും, നാം തന്നെ നമ്മളിൽ വരുത്തി വെച്ചിരിക്കുന്നതായിട്ടുള്ള വൈകല്യങ്ങളായേക്കാം. അപ്പോൾ റോമാലേഖനം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുവാനിടയായി തീർന്നത്. നമുക്കറിയാം ഈ റോമൻ ലെറ്റർ, റോമാലേഖനം എന്ന് പറയുമ്പോൾ അത് വളരെ നമ്മുടെ ഫെയ്ത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ നമുക്ക് പറയാം, ഒരു ഭരണഘടന എന്ന് പറയത്തക്കതുപോലെ അത്രയ്ക്ക് ആഴത്തിലുള്ള ദൈവവചനത്തിന്റെ സത്യങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരു പുസ്തകമാണിത്. അപ്പൊ അതിനകത്ത് 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ വലിയ കാര്യങ്ങളെല്ലാം വിശ്വാസ ജീവിതത്തെക്കുറിച്ചും ആഴമായി പഠിപ്പിച്ചതിന് ശേഷം എപ്പോഴും അല്ലെ ഈ പൗലോസ് അപ്പോസ്തലന്റെ ഒരു രീതിയായിരുന്നു ഈ ഡോക്ട്രിനലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഒരിക്കലും ഒരു ലേഖനം അദ്ദേഹം നിർത്തത്തില്ല. ഒരു നേർപകുതിയാകുമ്പോൾ പ്രായോഗിക ജീവിതത്തിലേക്ക് താൻ കടന്നു വരും. ശരി, നമ്മളെല്ലാം പഠിച്ചു, കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്, നാം ആരാണ്, ക്രിസ്തുവിൽ നാം ആരാണ്, നമുക്ക് ദൈവം എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ആത്മീയ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഉടൻ തന്നെ പ്രായോഗിക ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്റെ ശ്രദ്ധയെ തിരിച്ച് നമ്മുടെ ഡെയിലി ലൈഫ്, നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ വാക്കുകൾ എന്നുള്ള വിഷയത്തിനകത്തേക്ക് പെട്ടെന്ന് തന്റെ ശ്രദ്ധയെ താൻ തിരിക്കും. കാരണം അവിടെയാണ് നാം എന്തായിരിക്കുന്നു, നാം ആരായിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെട്ട് വരുന്നത്. അപ്പം ശ്രദ്ധിക്കണേ, 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമാണ്, അല്ലെ? സത്യ ആരാധകരെ ദൈവം അന്വേഷിക്കുന്നു. കാരണം അവർ ആത്മാവിൽ ആരാധിക്കുന്ന പെന്തക്കോസ്തിന്റെ അനുഭവമുള്ളവർക്കെല്ലാം ആ ഒരു ഭാഗം നല്ലതുപോലെ അറിയാം. നമ്മൾ ഈ മലയിലുമല്ല, നമ്മൾ ആ മലയിലുമല്ല ആരാധിക്കുന്നത്. ദൈവം അന്വേഷിക്കുന്നത് ആരെയാണ്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെ. എന്നാൽ സത്യ ആരാധന എന്താണെന്ന് വിശ്വാസികളെ ഇവിടെ പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. അപ്പൊ ഒരു യാഗപീഠം സങ്കല്പിക്കുകയാണ്, അല്ലെ? പഴയ നിയമത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒരു നിഴലായിരുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു നിഴലാണ് നമ്മൾ പഴയ നിയമത്തിൽ എല്ലാം നമ്മൾ കാണുവാനിടയായത്. അപ്പോൾ ഇവിടെ ഒരു യാഗപീഠം സങ്കല്പിക്കുകയാണ്. പക്ഷേ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ മൃഗമൊന്നുമില്ല. ദൈവത്തിനത് വേണ്ട. കാരണം യേശു ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാട് പാപമില്ലാത്തവനായി ജീവിച്ചു, ഒരിക്കൽ എന്നേക്കുമായി താൻ തന്നെ യാഗമായി ഏൽപ്പിച്ച് കഴിഞ്ഞു. ക്രൂശിൽ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് കർത്താവ് പാപത്തിന്റെ പരിഹാരമായി തീർന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും തന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പാപമിൽ ക്ഷമിക്കപ്പെട്ട് ദൈവത്തിന്റെ മകനും മകളുമായി തീരുകയാണ്. യേശു ക്രിസ്തുവിന്റെ നീതി നമ്മെ ധരിപ്പിക്കുകയാണ്. ഇനിയും വേറെ ഒരു യാഗമൃഗത്തിന്റെ ആവശ്യമില്ല. എന്നാലും ഇവിടെ ഒരു യാഗപീഠത്തെ കുറിച്ച് പറയുകയാണ്.
പൗലോസ് അപ്പോസ്തലൻ സങ്കല്പിക്കുകയാണ്. പഴയ നിയമത്തിൽ നിഴലായി കണ്ടത് പൂർണ്ണമായി മാറിപ്പോയിട്ടില്ല എന്ന് താൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയുമുള്ള യാഗം ആരാണ്? യാഗവസ്തു ആരാണ്? അത് പാപത്തിന് വേണ്ടി രക്തം ചീന്തുവാൻ വേണ്ടി ഒരു മൃഗത്തെ അന്വേഷിക്കുന്ന വിഷയമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് അവിടെ പറയുകയാണ്, ഇതാ ദൈവപുത്രൻ പൂർണ്ണമായി തന്നെത്താൻ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഇന്ന് പകരം കൊടുക്കുവാൻ വേറെ ഒന്നുമല്ല, നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവം ആഗ്രഹിക്കുകയാണ്. ജീവനുള്ള ആരാധനയായി. പഴയ നിയമത്തിൽ യാഗത്തിന് കൊണ്ടുവരുന്ന വസ്തുവിനെ അല്ലേ, അതിന്റെ രക്തമാണ് അവിടെ അർപ്പിക്കുന്നത്. അതിന് പിന്നെ ജീവനോടെ ഇരിക്കുവാൻ കഴിയത്തില്ല. യാഗത്തിന് കൊണ്ടുവരുന്ന വസ്തുവിന് പിന്നെ ജീവനോടെ ഇരിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇനി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയല്ല, മറിച്ച് സ്തോത്രം, ഇതായ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, ഇതാ എന്റെ കർത്താവ് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇനിയും ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനല്ല. എന്നെ ആര് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു? എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ തന്നെ, നിങ്ങളുടെ ശരീരങ്ങളെ ഒന്നും മാറ്റി വെക്കണ്ട. പലപ്പോഴും നമ്മുടെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ മണിക്കൂറുകൾ അന്യഭാഷകളിൽ സംസാരിക്കും, നമ്മൾ ഉപവസിക്കും, നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഈ ആരാധനയ്ക്കകത്ത് പങ്കെടുക്കുവാൻ കഴിയാതെ വണ്ണം മാറി നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത്. ബട്ട് ഗോഡ് ഈസ് ആസ്കിംഗ് ഫോർ യു. യു ആർ ദ ലിവിങ് സാക്രിഫൈസ്. പ്രൈസ് ഗോഡ്. ശരീരമില്ലാതെ ഇന്ന് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആത്മാവിൽ വിശുദ്ധിയുണ്ട്, ആത്മാവിൽ ജീവനുണ്ട്, ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുണ്ട്. എന്നാൽ ആ ദിവ്യമായ ജീവൻ, ആ സോയെ ലൈഫ്, ഇൻകറപ്റ്റിബിൾ ലൈഫ്, നിത്യജീവന്റെ അനുഭവം എൻ്റെ മനസ്സിന്റെ തലത്തിലേക്ക്, എൻ്റെ വികാരത്തിന്റെ തലത്തിലേക്ക്, എൻ്റെ ശരീരത്തിന്റെ തലത്തിലേക്ക്, എൻ്റെ കൈകളിലേക്ക്, എൻ്റെ കാലുകളിലേക്ക്, എൻ്റെ കണ്ണുകളിലേക്ക്, എൻ്റെ വാക്കുകളിലേക്ക് അത് ഇറങ്ങി വരുന്നില്ല എങ്കിൽ ജീവജലത്തിന്റെ നദികൾ ഒഴുകി മറ്റുള്ളവരിലേക്ക് ജീവൻ കൊണ്ടുവരുന്ന ഒരു അനുഭവം അത് സാധ്യമല്ല. ഈ ജീവൻ തടസ്സപ്പെട്ട് കിടക്കുകയാണ് എൻ്റെ ആത്മാവിൽ, ഒരു ജയിലിനകത്തിട്ട് പൂട്ടിയിട്ടിരിക്കുന്നത് പോലെ. സ്തോത്രം. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവനോ അവൻ എങ്ങനെയായിരിക്കും? അവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ എന്നാ പറഞ്ഞത്. ഈ നദിയെ തടസ്സപ്പെടുത്തി ഇടുവാൻ കഴിയത്തില്ല, അത് ഒഴുകി പുറത്ത് വരണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന്. അപ്പോൾ എന്താ, ഇത് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അതുപോലെ സമർപ്പിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു മനസ്സിന്റെ ഉടമയായി തീരുവാൻ, ഒരു ശരീരത്തിന്റെ ഉടമയായി തീരുവാൻ കർത്താവ് നമ്മെ വിളിക്കുക. ഞാൻ എന്തിനാ ഇന്ന് ഇതെല്ലാം പറയുന്നതെന്ന് അറിയാമോ? ആന്തരിക സൗഖ്യത്തിന്റെ ആവശ്യകത. കാരണം ഉള്ളിൽ ഈ മഹത്തായ ജീവൻ കൊണ്ടു നടക്കുന്ന വിശ്വാസികളായ നാം പോലും പല മേഖലകളിൽ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. സ്തോത്രം. നമുക്ക് പോലും അതിന്റെ കാരണം അറിയത്തില്ല. ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, ഉപവസിക്കുന്നുമുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷെ എന്നാലും നമ്മളിൽ എന്താ ഈ രക്ഷ എന്ന് പറയുന്ന ആ വലിയ അത്ഭുതം അല്ലേ, ആ ആരാധന, നമ്മളിലൂടെ പുറപ്പെട്ടു വരേണ്ടിയ സാക്ഷ്യം, സ്തോത്രം, ദ വണ്ടർ, ദ വർഷിപ്പ്, ദ വിറ്റ്നസ്, ഏറ്റവും അവസാനം കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ശക്തരായ അല്ലേ ആ പടയാളികളായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ഘടകങ്ങളെല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും പുറത്ത് വെളിപ്പെട്ട് വരേണ്ടിയ കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ് പലപ്പോഴും അത് സംഭവിക്കാത്തത്? അതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മനസ്സിന്റെ തലത്തിൽ നാം കൊണ്ടു നടക്കുന്ന വൈകല്യങ്ങൾ. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അല്ലേ ആന്തരിക സൗഖ്യത്തിന്റെ ആവശ്യകത. പണ്ടെങ്ങോ ഉണ്ടായ മുറിവുകൾ നമ്മുടെ ജീവിത യാത്രയിൽ, ഒരുപക്ഷെ അമ്മയുടെ ഉദരത്തിൽ നാം ആയിരിക്കുമ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില മുറിവുകൾ, ചില സംഭവങ്ങൾ, ചില വേദനകൾ, ചില ഹേർട്ടുകൾ അല്ലെ, ഇതെല്ലാം നമ്മെ ആഴമായി സ്വാധീനിക്കുകയും അത് നമ്മൾ കൈകാര്യം ചെയ്യാതെ അവിടെ തന്നെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരിക്കും. ഒരുപക്ഷെ നാം ചെയ്തു പോയ പാപം നിമിത്തം നമുക്കുള്ള കുറ്റബോധമായേക്കാം. ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഒരു റിജക്ഷൻ ആയേക്കാം, ഒറ്റപ്പെടിയിലായേക്കാം മറ്റുള്ളവരിൽ നിന്നും. അത് നമ്മളിൽ ഉണ്ടാക്കിയതായിട്ടുള്ള മുറിവുകളായേക്കാം. ഒരുപക്ഷെ കയ്പിന്റെ വേരുകളായേക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ തലത്തിൽ നാം കൈകാര്യം ചെയ്യാതെ നമ്മൾ ഇട്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മാവിൽ കിടക്കുന്ന ദൈവത്തിന്റെ ജീവൻ പുറത്തൊഴുകാൻ കഴിയാതെ വണ്ണം വലിയ തടസ്സങ്ങളായി നമ്മളിൽ ശേഷിക്കുന്ന വിഷയങ്ങളാണ്.
സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നു ആ ആന്തരിക മുറിവുകൾ സൗഖ്യമാകണം. സ്തോത്രം. എന്തിനു വേണ്ടി? ദൈവം ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ഉദ്ദേശം നമ്മളിലൂടെ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഉള്ളിൽ ഫ്രീ ആയിരിക്കണം. നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഫ്രീഡം, കർത്താവ് തന്നിരിക്കുന്ന ആ ഫ്രീഡം പൂർണ്ണമായി അനുഭവിക്കുന്നവരായിരിക്കണം. ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ശരീരങ്ങളെ, യു ആർ നീഡഡ്. എന്റെ ശരീരത്തിന് പാപത്തിന്റെ പ്രവണതയുണ്ട് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുവാനല്ല. യേശു കർത്താവിനും ഒരു ശരീരമുണ്ടായിരുന്നു. ദൈവത്തിന്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റണമെങ്കിൽ തനിക്കൊരു ശരീരം ആവശ്യമായിരുന്നു. അങ്ങനെയാ യേശു പറഞ്ഞത്. ദൈവമേ, നിന്റെ ഹിതം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിക്കേണ്ടി വന്നത്, ഈ ശരീരം ധരിക്കേണ്ട ആവശ്യം യേശുവിനുണ്ടായിരുന്നു. എന്നാലും ഒരു പാപവും ചെയ്യാത്തവനായി ദൈവത്തെ പൂർണ്ണമായി പ്രസാദിപ്പിച്ച് ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുവാൻ കഴിയുമെന്ന് യേശു കർത്താവ് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നു. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി വാ. നിങ്ങൾ ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഒരു ഭാഗം, നിങ്ങളുടെ ഒരു പാട്ട്, അല്ലെ നിങ്ങളുടെ ഒരു അന്യഭാഷ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന, അത് മാത്രമല്ല എനിക്ക് വേണ്ടുന്നത്. നിങ്ങളെയാണ് എനിക്ക് വേണ്ടുന്നത്. സ്തോത്രം. നിങ്ങളെ തന്നെ ജീവനുള്ള ആരാധനയായി നിങ്ങൾ ആ യാഗപീഠത്തിന്റെ മേലൊന്ന് സമർപ്പിക്കുമോ? മാത്രമല്ല, രണ്ടാം ഭാഗം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഒരു വിശ്വാസിയോട്, ഒരു സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ്. ഓർക്കണമേ, വിശ്വാസികൾക്ക് എഴുതുന്ന ലേഖനമാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. അതേ, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ലോകത്തോട് അനുരൂപരാകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മനസ്സ് പുതുക്കണം. മനസ്സ് പുതുക്കണം. What is to be done with your mind? ദൈവം കാണുന്നത് പോലെ കാണണം. ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപേയുള്ള നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മനോഭാവങ്ങൾ, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, അതിനെയെല്ലാം ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരണം. ദൈവത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളായി മാറണം. അങ്ങനെ മനസ്സ് പുതുക്കിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സംഭവിക്കത്തുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ ദൈവത്തിന്റെ ഹിതം ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഇതൊരു വലിയ മേഖലയാണ്. പലപ്പോഴും വിശ്വാസികളായ വളരെ പക്വതയേറിയ എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ അനേക വർഷങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അനേക ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ദൈവദാസന്മാർക്ക് പോലും അവരുടെ ജീവിതത്തിൽ അവർ ഗ്രഹിക്കാത്ത ഒരു മേഖലയാണിത്. മനസ്സിന് എന്തുമാത്രം പ്രാധാന്യത ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. ഇതെന്നെ ഒരുപാട് സ്വാധീനിച്ച ദൈവവചനത്തിന്റെ ഭാഗമാണ്. എത്രയോ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇത് നിമിത്തമുള്ള സമ്മർദ്ദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർ രക്ഷിക്കപ്പെട്ടതാണ്, ദൈവഭാഗത്തേക്ക് വന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവരാണ്. എന്നാൽ പോലും അവരുടെ മനസ്സിനെ, അവരുടെ ചിന്തകളെ വേണ്ടും പോലെ കൈകാര്യം ചെയ്യാത്ത, ഞാൻ ഉദാഹരണങ്ങൾ പറയാം. എനിക്ക് 100 കഥകൾ പറയുവാനുണ്ട്. കഴിഞ്ഞ 21 വർഷമായിട്ട് ഞാൻ എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ, ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റാണ്, സഹോദരിമാരോടുള്ള ബന്ധത്തിലാണ്, സഭാ ശുശ്രൂഷയിലാണ്, ഹസ്ബൻഡിൻ്റെ കൂട്ടത്തിൽ കൗൺസിലിംഗ് മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ള കാര്യമാണ്. നല്ല സഹോദരിമാർ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദരിമാർ, അവർ വന്ന് അവരുടെ ജീവിതത്തിൻ്റെ ചില പ്രായോഗിക വിഷയങ്ങൾ പറയുമ്പോൾ അവർക്ക് അവരുടെ ഉത്കണ്ഠയെ, ആങ്സൈറ്റി, ടെൻഷൻ, അല്ലെങ്കിൽ ആ ഭയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പോലും അവർക്കത് അറിയത്തില്ല. മറ്റൊരു വശത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ മണിക്കൂറുകൾ അവരിരുന്ന് പ്രാർത്ഥിച്ചു കളയും. പക്ഷെ ഏറ്റവും ഒരു ചെറിയ വിഷയത്തിനകത്തു പോലും ഒരു മാനസിക സമ്മർദ്ദം കടന്നു വരുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത്, ദൈവത്തിൽ ആശ്രയിച്ച്, ആ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്ന സകല ബുദ്ധിയെയും കവിയുന്ന ആ സമാധാനത്തിന്റെ ഉടമകളായി തീരുവാൻ കഴിയാത്ത, അല്ലേ, എപ്പോഴും ഒരു ടെൻഷൻ, സ്ട്രെസ്, ഭയം, ആങ്സൈറ്റി, സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിന്റെ അനുഭവം. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു വലിയ സ്വസ്ഥതയുണ്ട്, ഒരു സമാധാനമുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്റെ മേൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. തന്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി
അവിടെ കർത്താവ് ഒഴുക്കുവാനിടയായി തീർന്നു. ഈ ഇത്രയും വലിയ യാഗങ്ങളെല്ലാം അർപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു സമാധാനം പോലും അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ യാഗത്തിന് എന്തർത്ഥം? നമുക്കൊന്ന് ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ പ്രാപിച്ച രക്ഷയ്ക്കകത്തുള്ള ഒരു ആഴം എന്തുവാ? നമുക്കൊന്ന് വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ല, നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ നമ്മൾ ഭയങ്കരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശോധന ചെയ്യേണ്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് മനസ്സെന്ന യുദ്ധക്കളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ സോൾ എന്ന് പറയും, ദേഹി എന്ന് പറയുമ്പോൾ മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻ എന്ന് പറയുന്ന ഈ 3 ഘടകം വരുന്ന ഒരു ഭാഗമാണ് മൈൻഡ്. അതിനകത്ത് ഈ മൈൻഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് തന്നെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ബോധതലം, നമ്മുടെ അബോധതലം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ പോലും അറിയാതെ കഴിഞ്ഞ കാലത്തിനകത്തു നിന്നുള്ള പലതും നമ്മുടെ മൈൻഡിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ചിലരെ നോക്കുമ്പോൾ നമ്മൾ ചിരിക്കത്തില്ല, നമ്മൾ മുഖം തിരിച്ചു പോകും അല്ലേ? നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ മുറിവേൽപ്പിച്ചവർ, അതൊക്കെ നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെ ഉപദ്രവിച്ചവരോട്, അല്ലെങ്കിൽ ചിലതൊക്കെ കയ്പിന്റെ വേരുകൾ. എനിക്കിന്നത് മുഴുവനും എടുക്കാൻ സമയമില്ല, പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു ക്യാൻസർ പോലെയാ, ക്യാൻസർ സെല്ലിന്റെ ആരംഭം പോലെയാ കയ്പിന്റെ വേര്. അത് കൈകാര്യം ചെയ്യാതെ ഉള്ളിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മളെ പൂർണ്ണമായി നശിപ്പിക്കുവാനുള്ള കഴിവ് അതിൻ്റെ അകത്തുണ്ട്. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്നത് കണ്ടോ, മനസ്സിനെ കൈകാര്യം ചെയ്യേണ്ട, അത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിക്കകത്ത് ഇതിനകത്ത് ഏറെ പ്രാധാന്യതയുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? നമ്മളെ രൂപാന്തരപ്പെടുത്തി. ഞാൻ എപ്പോഴും പണ്ട് രക്ഷിക്കപ്പെട്ട കാലത്ത് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഉടൻ കർത്താവിന് നമ്മളെ അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ മതിയല്ലോ, എന്തിനാ നമ്മളെ വീണ്ടും ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്? നമുക്കറിയാവുന്നതുപോലെ രക്ഷയ്ക്ക് 3 ഭാഗമുണ്ട്. ഒന്ന്, നമ്മുടെ ആത്മാവിൽ നാം പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടു. നമ്മുടെ ദേഹിയുടെ മനസ്സിന്റെ തലത്തിൽ നാം രക്ഷിക്കപ്പെട്ടോണ്ടേയിരിക്കുന്നു അല്ലേ? അതാണ് ഈ പറയുന്നത്, പുതുക്കം പ്രാപിച്ച് രൂപാന്തരപ്പെട്ടോണ്ടേയിരിക്കുന്നു. ഇനിയും കർത്താവിനെ നാം കാണുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ, കർത്താവിന്റെ വരവിങ്കൽ നമ്മുടെ ശരീരത്തിന്റെ അകത്തുപോലും അല്ലേ പൂർണ്ണ രക്ഷ, അതിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ മർത്യ ശരീരം മാറി ഒരു ഗ്ലോറിയസ് ബോഡി കർത്താവ് നമുക്ക് തരുന്ന ഒരു അനുഭവമുണ്ട്. രക്ഷയുടെ 3 ഘടകങ്ങൾ. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടോണ്ടിരിക്കുന്ന ഒരു അനുഭവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. അതാണ് നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം കാണുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനെയും കുറിക്കുന്ന ആ ഭാഗം പഠിപ്പിക്കുമ്പോൾ, അവരുടെ ബന്ധത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ പറയുന്നത് 26-ാം വാക്യം 25, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഈ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇവിടെ പറയുന്ന ഈ ഭാഗം ദാറ്റ് എന്തുവാ? കർത്താവ് കഴുകിക്കൊണ്ടിരിക്കുക. എവിടെയായി ഈ കഴുകൽ സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിന്റെ തലത്തില്, നമ്മുടെ ദേഹിയുടെ തലത്തില്. നമുക്കിഷ്ടമുള്ളതുപോലെ ചിന്തിക്കാൻ അല്ലെ, മനസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ചിന്തകൾ. നാം എന്താണ് ചിന്തിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണോ? ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെയാണോ നമ്മുടെ ചിന്തകൾ? സദൃശ്യവാക്യം അതിന്റെ 23-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ, ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നുവോ അവൻ അങ്ങനെയായിത്തീരും. നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് നമുക്കൊരിക്കലും ഉയരുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള
ഒരു കാര്യമാണ്. നമ്മുടെ ചിന്തകൾ ഈ പറയുന്ന ഭാഗം അല്ലേ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താക്കന്മാർ അതുപോലെ ഭാര്യമാരോടുള്ള ബന്ധത്തിലായിരിക്കണമെന്നാ പറയുന്നത്. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. കർത്താവിന്റെ മണവാട്ടിയായിരിക്കുന്ന സഭയ്ക്കിന്ന് പൂർണ്ണത ഉണ്ടായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കഴുകിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ മനസ്സ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് 2 കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. 2 Corinthians chapter 10. അവിടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മളോട് പറയുന്നുണ്ട്. 3-ാം വാക്യം മുതൽ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അപ്പോൾ ഒരു വലിയ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് പോലെ നമുക്ക് തോന്നും അല്ലേ? ആത്മീയ പോരാട്ടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അതാണല്ലോ പഠിപ്പിക്കുന്നത് അല്ലേ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞൊരു വലിയ ലിസ്റ്റാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഈ പോരാട്ടം നടക്കുന്നത് എവിടെയാണ്? എവിടെയാണ് ഈ പോരാട്ടം സംഭവിക്കുന്നത്? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്, നമ്മുടെ പോരിന്റെ ആയുധം അത് ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുവാൻ ശക്തിയുള്ളവയാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വാളുമില്ല, പരിചയമില്ല, തോക്കുമില്ല, വടിയുമില്ല, ഒന്നുമില്ല. അപ്പം ജഡീകങ്ങളല്ല, പക്ഷെ നമ്മുടെ കയ്യിൽ പോരിന്റെ ആയുധങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാ? ഇത് എവിടെ പ്രയോഗിക്കാനാ? താഴോട്ട് വായിച്ചു നോക്കിക്കേ. അവയാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അവയാൽ ഞങ്ങൾ സങ്കൽപ്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചെടുക്കുന്നു. അപ്പൊ ഇവിടെ കൾപ്രിറ്റായിട്ട് അല്ലേ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഇങ്ങനെ കുറെ നമുക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. അവര് ജാഗരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും ഫോറിനേഴ്സ് ആയിട്ടുള്ളവർ ഈ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉടനെ അവരെ അറസ്റ്റ് ചെയ്യും. അവിടെ ഒരു തരത്തിലുമുള്ള അല്ലേ സീക്രട്ട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് അവർ അനുവദിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ ഒരു ചിത്രമാ. പക്ഷേ ഇവിടെ ആരാന്നറിയാമോ? ആരെയായി പിടിച്ചടക്കുന്നത്? വിചാരങ്ങളെ, ചിന്തകളെ. നിങ്ങൾക്കറിയാവുന്ന ഭാഗമായിരിക്കും, എന്നാൽ ഒന്നുകൂടെ ധ്യാനിച്ച് ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആരെയാ അവിടെ അറസ്റ്റ് ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് മീതെ ഉയരുന്ന ഏത് ചിന്തകളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം. ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഡിസിപ്ലിനാണ്. നമ്മുടെ തോട്ട് ലൈഫ് കർത്താവിനോടുള്ള അനുസരണത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ആ ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിലേക്ക് നമ്മുടെ ചിന്താജീവിതം, നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മൾ ചിന്തകൾ മറ്റാർക്കും മനുഷ്യർക്കത് കാണുവാനായിട്ട് കഴിയുന്നില്ല അല്ലേ? പക്ഷെ കർത്താവ് പറഞ്ഞതുപോലെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് നമ്മുടെ വായി പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വാക്കുകളിൽ നിന്നും അവരുടെ ഹൃദയത്തിൽ കടന്നു പോകുന്നത് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അധികം സമയം അതവിടെ മറഞ്ഞിരിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പം നമ്മുടെ വാക്കുകളെ ഒന്നെടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് സംസാരിക്കുന്നത്, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നത്, ആ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിച്ചുള്ളതാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായി ശോധന ചെയ്യുവാനായിട്ട് കഴിയും അല്ലേ? നമ്മൾ തന്നെ പറയും, സിമ്പിളായിട്ട് വിശ്വാസികൾ അങ്ങനെ പറയുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അത് ഒരു കാരണവശാലും എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അവരെന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല അല്ലേ? അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ പറയും, എന്നെ കൊണ്ടത് ഒരിക്കലും പറ്റത്തില്ല, എനിക്ക് പേടിയാ. ഇതുപോലുള്ള ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണത്. നമ്മൾ പറയാം, അതെനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ പറയും, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല.
എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവുകഴിവുകളായിരിക്കും നമ്മൾ അതിനകത്ത് പറയുന്നത്. പക്ഷേ അതിനെ ദൈവത്തിൻ്റെ വചനം എന്നുള്ള വെളിച്ചത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ, നമ്മുടെ വാക്കുകളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെയാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുവാനിടയായത്. ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും എൻ്റെ ധ്യാനം, എൻ്റെ വാക്കുകൾ, കർത്താവെ നീ അതിനെ ശോധന ചെയ്യണമേ എന്ന് താൻ പറയുവാനിടയായി തീർന്നത്. അപ്പോൾ ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന ഒരു മേഖല ഇതിനോടുള്ള ബന്ധത്തിലാണ് കിടക്കുന്നത്. ഇത് ഓരോരുത്തരും ദൈവസന്നിധിയിൽ കടന്നു പോകേണ്ടുന്നതായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. നമ്മളും ദൈവവും തമ്മിൽ നമ്മൾ കൈകാര്യം ചെയ്തു പോകേണ്ടുന്നതായിട്ടുള്ള ഒരു വിഷയമാണ്. ഒത്തിരി കള്ളങ്ങൾ അല്ലേ, ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ടും വിപരീതമായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത്, നമ്മുടെ മനസ്സിൻ്റെ അകത്ത്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അകത്തൊക്കെ പിശാചാഴമായി സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. ഞാൻ ഈ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു റെവലേഷനാണ്. ഒന്ന്, കർത്താവിൻ്റെ ആ ഒരു യേശു എൻ്റെ രക്ഷിതാവ് മാത്രമല്ല, എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാൻ ഒരു കൃപ ലഭിച്ചു. കർത്താവെ ഇനിയും വേറെ ആരും പറയുന്നതല്ല, ഒരു പുസ്തകത്തിലും വായിക്കുന്നതല്ല, ഒരു കഥകൾ അനുസരിച്ചുമല്ല, എൻ്റെ അനുഭവം അനുസരിച്ചല്ല, മറ്റുള്ളവരുടെ അനുഭവം അനുസരിച്ചല്ല, ഒരു ഫിലോസഫിയുമല്ല എന്നെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ജീവിതം അങ്ങേ ഏൽപ്പിക്കുക. കർത്താവെ, അങ്ങാണ് എൻ്റെ നാഥൻ, അങ്ങാണ് എൻ്റെ കർത്താവ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് മാത്രമാണ് നമുക്ക് സത്യം കാണുവാനും കേൾക്കുവാനും വായിക്കുവാനും കഴിയുന്നത്. അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ വെളിച്ചം തരുമ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ചിന്തകളെ മാറ്റിവെച്ച് അതിനെ ഏറ്റുപിടിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. സ്തോത്രം അല്ലേ. അത് ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞോട്ടെ, നമ്മെ ആന്തരിക സൗഖ്യത്തിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം. ദൈവത്തിൻ്റെ വചനമാണ് വെളിച്ചം, അതാണ് സത്യം അല്ലേ. പിശാചിനെ കുറിച്ച് ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്, അവൻ കള്ളനാണ്, ഭോഷ്ക് പറയുന്നവനാണ്. ഇത് രണ്ട് രാജ്യങ്ങളുടെ വിഷയമാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അടിസ്ഥാനം സത്യമായിരിക്കുമ്പോൾ പിശാചിൻ്റെ രാജ്യത്തിൻ്റെ അടിസ്ഥാനമാണ് ഭോഷ്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ ഈ ഭോഷ്കും അല്ലേ നമ്മളെ നശിപ്പിച്ച് കളയുവാൻ പല വിധത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ, അതിനെക്കുറിച്ച് സംസാരിച്ചാണ് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെയാണ് പറയുന്നത്, നിങ്ങൾ അവിശ്വസിക്കരുത്, ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വലിയൊരു സ്വസ്ഥത വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അവിശ്വാസം കാണിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതുപോലെ വിശ്വാസികളായി നിങ്ങൾക്കത് സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അല്ലേ. മിസ്രൈമിൽ നിന്നും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവരെ ദൈവം ഇറക്കിക്കൊണ്ട് വന്നു എങ്കിലും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം മരുഭൂമിയിൽ ഇതാ ഒരു തലമുറ മുഴുവനും പട്ടുപോയി. അതൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായി എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ദൈവമക്കളെ. 2 പേര്, യോശുവയും കാലേബും, അവരെ കുറിച്ച് ദൈവം പറഞ്ഞ അല്ലേ, അവർക്കൊരു വ്യത്യസ്ത ആത്മാവുണ്ടായിരുന്നു എന്നാ പറയുന്നത്. എന്തുകൊണ്ടാ അത് പറഞ്ഞത്? ഞാൻ ഇതവിടെ വെച്ചോണ്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് അങ്ങ് പോകുകയാണ്. നമുക്കറിയാമല്ലോ, അത് ഉറ്റുനോക്കാനായിട്ട് വിട്ടു. വാഗ്ദത്ത നാട് ഒന്ന് ഓർത്തോണമേ. ദൈവം എന്തൊരു അത്ഭുതം ചെയ്താണ് ഇവരെ മിസ്രൈമിൽ നിന്നും ഇറക്കിയത്. അവിടെ അടിമത്വമായിരുന്നു, അവിടെ എല്ലാം കുഴപ്പമായിരുന്നു, അവിടെ പീഡനമായിരുന്നു. പക്ഷെ അവർ പെട്ടെന്ന് മറന്നുപോയി. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവർ സംശയിക്കുവാനായിട്ട് തുടങ്ങി, പുറപുറുക്കുവാനായിട്ട് തുടങ്ങി. നന്ദിയില്ലാത്തവരായി അവർ ദൈവത്തിൻ്റെ ജനം തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ വാഗ്ദത്ത നാട്
ഉറ്റുനോക്കുവാനായിട്ട് ചാരന്മാരെ വിട്ടുകഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം വാഗ്ദത്തം ചെയ്ത നാടാണെങ്കിലും അത് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവിടെ യുദ്ധം ചെയ്ത് ശത്രുക്കളെ പുറത്താക്കിയത് കൈവശമാക്കണമെന്നൊരു പ്ലാനായിരുന്നു ദൈവത്തിന്. പക്ഷെ എന്തു പറ്റി? ദൈവത്തിൻ്റെ പ്ലാൻ ഒന്നും മനസ്സിലാക്കാതെ ഇവരവിടെ പോയി വെറുതെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ്? ഉയ്യോ, അവിടെ മല്ലന്മാരാണ് മുഴുവൻ. ഉടനെ അവരുടെ മനസ്സങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി, അല്ലേ? നമുക്കൊക്കെ സംഭവിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നോ ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണെന്നോ ദൈവം കൂടെയുണ്ടെന്നോ ഒന്നും ഓർക്കുന്നില്ല. പെട്ടെന്ന് അവരുടെ മനസ്സങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി, നാച്ചുറലായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഉയ്യോ, ഇവിടെ എല്ലാം മല്ലന്മാരാണ് എന്ന് പറഞ്ഞ് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ടുമായിട്ട് അവർ മടങ്ങി വന്നു. മാത്രമല്ല, അവരുടെ വാർത്ത കേട്ടിട്ട് കേട്ടവരുടെ ഹൃദയം പോലും ക്ഷീണിച്ച് ഭയപ്പെട്ട് പിന്മാറിപ്പോകുന്നത് പോലെയുള്ള വർത്തമാനങ്ങൾ അവർ പറഞ്ഞു. അവരുടെ സംസാരത്തിനകത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണെന്നോ ദൈവം കൂടെയുണ്ടെന്നോ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവരവിടെ സംസാരിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ രണ്ടുപേര്, സ്തോത്രം, യോശുവയും കാലേബും, അല്ലേ, അവരിലൊരു ദൈവം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. എന്തുകൊണ്ടാ? ദൈവത്തിന് മുഖപക്ഷമുള്ളത് കൊണ്ടാണോ? ദൈവം ചിലരെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണോ? മറ്റു ചിലരെ ദൈവം പുറകോട്ട് തള്ളിക്കളയുന്നത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. നമ്മുടെ ദൈവം മുഖപക്ഷമുള്ള ദൈവമല്ല. ഇന്ന് നമ്മൾ ചിലര് ശുശ്രൂഷയിലും ജീവിതത്തിലുമൊക്കെ ശോഭിച്ച് മുൻപോട്ട് പോകുന്നത് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ഉള്ളിൽ കിടന്ന് ഞരങ്ങുന്നവരാണ്, ദൈവത്തോട് പുറപെറുക്കുന്നവരാണ്. ദൈവം എന്നോട് അനീതി ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അതിന് പാസ്റ്ററിനെ കുറ്റം പറയും. വീട്ടിലാണെങ്കിൽ മാതാപിതാക്കളെ കുറ്റം പറയും, സഹോദരങ്ങളെ കുറ്റം പറയും. പക്ഷേ ഒരു മനുഷ്യനെ ഉയർത്തുന്നത് ദൈവമാണ്. ഉയർച്ച വരുന്നത് തെക്കുന്നും വടക്കുന്നും ഒന്നുമല്ല. ഒരു മനുഷ്യനെ ഉയർത്തുന്നത് ദൈവമാണ്. കാരണം ദൈവം അവന് മാർക്കിടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു വ്യവസ്ഥകളും ഇല്ലാതെ ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ വാക്കുകൾ, അവരുടെ മനസ്സ്, അവരുടെ ചിന്തകൾ എന്തായിരുന്നു? ഇവരെല്ലാവരും ഒരേ കാര്യമാണ് കണ്ടത്, പക്ഷെ ഇവരുടെ വാക്കുകൾ വ്യത്യസ്തമായിരുന്നു. ഇവരെ ദൈവം, ശരിയാണ്, അവിടെ മല്ലന്മാരുണ്ട്, പക്ഷേ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇവരെ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തരും എന്നവർ പറഞ്ഞു. ദൈവം അവരിൽ സന്തോഷിച്ചു. അപ്പൊ ആ ഒരു ഘടകം ദൈവം എപ്പോഴും ശ്രദ്ധിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകൾ എന്താണ്, നമ്മൾ എന്താണ് സംസാരിക്കുന്നത്, നമ്മുടെ വാക്കുകൾ എന്താണ്, അത് ദൈവത്തിന്റെ വാഗ്ദത്തം അനുസരിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്? പ്രധാനപ്പെട്ട വിഷയമാണ്. ആ ഒരു പശ്ചാത്തലമാണ് ഇവിടെ 11-ാം വാക്യത്തിൽ പറയുന്നത്, ലെറ്റ് us be diligent. നമ്മള് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. Therefore let us be diligent to enter that rest, so that no one will fall through following the same example of disobedience. ഇസ്രായേൽ മക്കളുടെ കാര്യമാണ് അവിടെ പറയുന്നത്. 12-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുകയും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നത് ആകുന്നു. കണ്ടോ പറയുന്നത്? ദൈവത്തിന്റെ കണ്ണിൽ നിന്നും ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. 13-ാം വാക്യത്തിൽ പറയുന്നു, അല്ലേ, അവന്റെ കണ്ണിന്റെ മുൻപിലെല്ലാം തുറന്നു കിടക്കുകയാണ്, ഒന്നിനും മറഞ്ഞിരിക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ വചനം കണ്ടു, ഇറ്റ് ഈസ് ലിവിങ് ആൻഡ് ആക്റ്റീവ്. ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത വരുമ്പോൾ, ഒരു വിചാരം വരുമ്പോൾ, ഇത് ആത്മാവിന്റെ ചിന്തയാണോ, മനസ്സിന്റെ ചിന്തയാണോ, ശരീരത്തിന്റെ ഇച്ഛയാണോ എന്ന് മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ നമുക്ക് അറിയത്തില്ലെങ്കിലും ദൈവത്തിന്റെ വചനത്തിന്റെ പരിജ്ഞാനം, ആ അറിവ്, ആ സത്യം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഇതിനെയെല്ലാം തിരിച്ചറിയുവാനും ആത്മീയമായതിനെ തിരഞ്ഞെടുക്കുവാനും നമുക്കവിടെ കഴിയും. നമുക്ക് ഒരു ഉദാഹരണത്തിന് വേണ്ടി നമുക്ക് എഫേസ്യ ലേഖനം ഒന്ന് നോക്കാം.
നിങ്ങളുടെ നടപ്പ് ദൈവത്തിന്റെ വിളിക്കൊത്തവണ്ണമായിരിക്കണം. 2-ാം വാക്യം, സൗമ്യതയോടുകൂടെ ദീർഘക്ഷമയോടുകൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യണം. ഈ സ്വഭാവ വിശേഷതകൾ നിങ്ങളിലൂടെ പുറത്തു വരണം. നമുക്ക് സൗമ്യത വരുന്നുണ്ടോ? നമുക്ക് ദീർഘക്ഷമ വരുന്നുണ്ടോ? മറ്റുള്ളവരെ നമുക്ക് കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ? അല്ലേ? ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിടക്കും. നമ്മുടെ 4 വയസ്സ് പ്രായമുള്ള സമയത്തുള്ള ഓരോ കാര്യങ്ങൾ നമ്മളെ ഞാൻ ഒത്തിരി എൻകറേജ് ചെയ്യാറുണ്ട്. ഈ വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യണം. ഞാൻ ഇനി ആ ഒരു ഭാഗത്തേക്ക് അങ്ങ് വരികയാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് ഞാൻ അങ്ങ് വരികയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഇത്രയും നേരം നമ്മൾ കേട്ടതിൻ്റെ ഒരു സമ്മറി എന്ന് പറയുമ്പോൾ, നമ്മൾ വിശ്വാസികളായിരിക്കുമ്പോഴും രക്ഷിക്കപ്പെട്ട വ്യക്തികളായിരിക്കുമ്പോഴും നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഘടകത്തിൻ്റെ അകത്ത് എന്നും ഈ രക്ഷ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രസന്റ് ടെൻസിൽ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ദൈവവചനത്തിന് ചേരാത്ത വിധത്തിലുള്ള ചിന്തകള്, വികാരങ്ങള്, വാക്കുകള്, അല്ലെ മനോഭാവങ്ങളൊക്കെ നമ്മളിൽ പൊങ്ങി വരുമ്പോൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. അല്ലേ? നമ്മൾ പെട്ടെന്ന് ഡിസ്കറേജ്ഡ് ആയി പോകുന്നു, ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു. നമുക്ക് മറ്റൊരു വ്യക്തിയെ അങ്ങോട്ട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. നമുക്ക് വേണ്ടും പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു വ്യക്തിയെ വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മളെ എപ്പോഴെങ്കിലും ആരെങ്കിലും നമുക്കൊരു പണി തന്നതായിരിക്കും. നമ്മൾ ഒത്തിരി വിശ്വസിച്ച ഒരു വ്യക്തി നമ്മളെ നമ്മളെ ചതിച്ച് പോയ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നതായിരിക്കും. അവിടെ വെച്ച് നമ്മൾ ക്ലോസ് ആയി പോയതായിരിക്കും. അല്ലേ? നമ്മളൊരു പക്ഷേ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ തീരുമാനമെടുത്തു, നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലോട്ട് ആരെയും അടുപ്പിക്കാൻ പാടില്ല, ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ നമ്മുടെ ജീവിതം വന്നതായിരിക്കും. അല്ലേ നമ്മൾ ഒത്തിരി അധികം അങ്ങോട്ട് നന്മ ചെയ്ത് സ്നേഹിച്ച്, അല്ലേ, പണിഞ്ഞെടുത്ത ജീവിതങ്ങൾ നമുക്കൊരു ഭയങ്കര മുറിവേൽപ്പിച്ച്, അല്ലേ, നമ്മളിൽ നിന്നും ചിലത് മോഷ്ടിച്ച് നമ്മളെ പുറകിൽ നിന്ന് കുത്തി പോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളായേക്കാം. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ, ഇത് പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ചില അലർജിക് സിംറ്റംസ് ആയിട്ട് പോലും, ശരീരത്തിൻ്റെ വേദനകളായിട്ട്, ജോയിന്റ് പെയിൻസ്, ആർത്രൈറ്റിസ്, അലർജീസ്, ഈവൻ ഡിമോണിക് ഇൻഫ്ലുവൻസസ് ഇതുവഴി കയറി വരുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഒരു ഡെലിവറൻസ് തന്നെ നമ്മുടെ ജീവിതത്തിൽ, അല്ലേ, വേണ്ടുന്ന ചില അനുഭവങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഇതിനകത്തുനിന്ന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? നമുക്ക് അറിയാവുന്നതുപോലെ നമ്മൾ എല്ലാവരും അങ്ങനെ ഒരു ശീലമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ക്വയറ്റ് ടൈം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവുമായിട്ടുള്ള രഹസ്യ സമയം. ആ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നായി ഇവാലുവേറ്റ് ചെയ്യണം. ഇതുപോലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ടെൻഡൻസീസ് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട്. നമുക്കത് കൈകാര്യം സിമ്പിളായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊക്കെ നോക്കി എന്നിട്ട് നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ കാണാൻ പോകുന്നത് പോലെ തന്നെ അതേ ഗൗരവത്തോടെ ഇതിനെ കൈകാര്യം ചെയ്തിട്ടേ ഉള്ളിനി അടുത്ത കാര്യം എന്നൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വരണം. അതിനെ നമ്മൾ ഫേസ് ചെയ്യണം. ഞാൻ അതിൻ്റെ ചില സ്റ്റെപ്പുകൾ പറയുകയാണ്. ഞാൻ ഇങ്ങനെയാ, എനിക്കിങ്ങനെയാ, എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, എനിക്കതിനകത്തുനിന്ന് ഇനിയും, അല്ലേ, നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. എന്തിനു വേണ്ടിയാ? കാരണം നമ്മൾ നമുക്കുള്ളവരല്ല.
നമ്മുടെ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. ക്രിസ്തുവിൻ്റെ അതേ രൂപത്തിലേക്കും ഭാവത്തിലേക്കും രൂപാന്തരപ്പെടുവാനുള്ള വലിയൊരു വിളിയാണ് ക്രിസ്തീയ ജീവിതത്തിൽ. നമ്മൾ എത്ര ശുശ്രൂഷ ചെയ്തെന്നോ, നമ്മളിവിടെ മറ്റെത്ര പേരെ സൗഖ്യമാക്കിയെന്നോ, ഇവിടെ എന്തെല്ലാം നേടി എന്നുള്ളതെല്ലാം സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. നാം എത്രമാത്രം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു എന്നുള്ളത് പരിശുദ്ധാത്മാവിനൊരു വലിയ ഒരു വിഷയമാണത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഫേസ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ തന്നെ. അല്ലെ, നമുക്ക് ഭയങ്കര ദേഷ്യം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന്, അല്ലേ, നമ്മളങ്ങ് പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒഫൻഡഡ് ആകുക. മറ്റ് വിശ്വാസികളുടെ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ള ഭയങ്കര ഒരു പ്രവണതയാണ്. നമുക്ക് പേടിയാ, പാസ്റ്റർമാർക്കൊക്കെ പേടിയാ ആൾക്കാരോട് സംസാരിക്കാൻ. ഒരു ഇടയനായിട്ടാണ് ദൈവം ഒരു പാസ്റ്ററിനെയൊക്കെ, അല്ലേ, ഒരു വിധത്തിൽ ഒരു ഭവനത്തിൽ മാതാപിതാക്കൾ മക്കളെ കൊണ്ടുപോകുന്നത് പോലെയാ. അപ്പൊ അവിടെ സ്നേഹമുണ്ട്, പക്ഷെ അവിടെ ശിക്ഷണമുണ്ട്. ഉള്ളതുപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. പക്ഷെ എന്താണെന്നറിയാമോ, നമുക്ക് പേടിയാ. കാരണം ആൾക്കാർ ഭയങ്കരമായിട്ട് അങ്ങ് ഒഫൻഡഡ് ആയി പോകും, മുറിവേൽക്കപ്പെടും, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഒരു വാക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടോ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ ചിലപ്പം മിണ്ടത്തില്ല, ചിലപ്പം മുഖം തരത്തില്ല, തിരിഞ്ഞു നടക്കും. നമ്മളെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പം ആളെ ഒരു നല്ല പാതയിലേക്ക് നടത്താമല്ലോ എന്നോർത്ത് അവരുടെ ജീവിതത്തിൽ അവരെ മുറിവേൽപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത ഒരു കാര്യം അതിലും വലിയൊരു പ്രോബ്ലമായി ആ ബന്ധം പോലും നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ ആയിത്തീരുന്നു. പെട്ടെന്ന് ഒഫൻഡഡ് ആകും. അതേസമയം നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമയാണ്. 70 വട്ടം ക്ഷമിക്കാനാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ക്ഷമ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഭയങ്കരമായ കാര്യങ്ങളാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങൾ ക്ഷമിക്കണം. ഇനി നിങ്ങൾ മറ്റുള്ളവരെ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കപ്പെടത്തില്ല. നമ്മൾ എന്തും ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട സമയം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പാപികളിൽ പ്രധാനി ഞാനായിരുന്നു എന്ന്. അപ്പൊ പിന്നെ നമ്മുടെയൊക്കെ കാര്യം എന്തുവാ? ഒരു നന്മയും ഈ ജഡത്തിലില്ലായിരുന്നു. എന്നിട്ട് കർത്താവ് നമ്മളെ സ്നേഹിച്ചു, നമ്മളെ ക്ഷമിച്ചു, ഇന്നും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? ആത്മാർത്ഥമായി മാനസാന്തരപ്പെട്ട് നമ്മൾ ദൈവത്തോട്, അല്ലേ, മനസ്സ് തിരിഞ്ഞ് ഒരു കാര്യത്തിനകത്ത് നമ്മൾ ദൈവത്തോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ക്ഷമിക്കുന്നു. പിതാവാം ദൈവത്തെ ഈ ഭൂമിയിൽ തുറന്നു കാണിക്കുവാൻ വന്ന യേശുക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുവാ? പാപികൾക്കും ചുങ്കക്കാർക്കും ഒക്കെ ഒരു കൂട്ടുകാരനായിരുന്നു യേശു. പരീശന്മാർക്കായിരുന്നു യേശുവിനോട് കംപ്ലൈന്റ് ഉണ്ടായിരുന്നത്. പാപിനിയായ സ്ത്രീക്കും ശമരിയാക്കാരിക്കും ചുങ്കക്കാരനും, അല്ലേ, കുഷ്ഠരോഗിക്കും കുരുടനും എല്ലാം ആർക്ക് വേണമെങ്കിലും യേശുവിന്റെ അടുക്കൽ വരാമായിരുന്നു. കർത്താവ് ഒരിക്കലും ആരെയും എറിയാൻ ഒരു കല്ലും എടുത്തിട്ടില്ല. പ്രൈസ് ഗോഡ്. പക്ഷെ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് പിടിച്ചു വെക്കും. ഇനി ക്ഷമിച്ചാലും നമ്മൾ മറക്കത്തില്ല, അല്ലേ? എന്നോടൊന്നും ചെയ്തിട്ടില്ലാത്തതുപോലെ ഓടിപ്പോയി ഒന്ന് കെട്ടിപ്പിടിക്കാനുള്ള ആ മനസ്സ് എവിടെയോ എപ്പോഴോ നഷ്ടപ്പെട്ടു കളയും. നമ്മൾ പോലും അറിയാതെ, അല്ലേ, അങ്ങനെയുള്ള പ്രവണതകൾ അതൊക്കെ തടസ്സമാ, ബ്ലോക്കാ. ദൈവത്തിന്റെ ജീവൻ അവിടം കൊണ്ട് ബ്ലോക്കാകും. അതുപോലെയാണ് കയ്പിന്റെ വേരുകൾ. എന്തെങ്കിലുമൊക്കെ നമുക്ക് വേറൊരാളോട് യോജിക്കാൻ പറ്റുന്നില്ല, വേറെ ഒരാൾ ചെയ്ത കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തെങ്കിലും ആട്ടെ, അത് നമ്മൾ അവിടെ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? നമുക്കൊരു പക്ഷേ വേദനയുണ്ടാക്കിയ കാര്യമായിരിക്കും, ആഴത്തിലുള്ള വേദനകൾ ഉണ്ടാക്കിയ കാര്യമായിരിക്കും. പക്ഷെ അത് നമ്മൾ കർത്താവിന്റെ മുൻപാകെ കൊണ്ടുവരണം.